എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ചെറിയ ബിസിനസ്സിൻ്റെതാണ്. ഒരു ചെറിയ കച്ചവടം. വലുതൊന്നുമല്ല. അതായത് വിദ്യാഭ്യാസം ഉള്ളവനും വിദ്യാഭ്യാസം ഇല്ലാത്തവനും രണ്ടും ഒരുപോലെ തന്നെ ജീവിക്കാം. അപ്പോൾ നമ്മൾ ചില ആൾക്കാർക്കെല്ലാം മടിയായിരിക്കും ഒരു കുൾബാറിൽ നിൽക്കാനോ വലിയൊരു ഹോട്ടലിൽ നിൽക്കാനോ. നമ്മൾ സ്വയം എന്തെങ്കിലും ഒന്ന് കണ്ടെത്തണം. കാരണം ജീവിക്കണ്ടേ. ഇപ്പോൾ നമ്മൾ വീട്ടിൽ വെറുതെ ഇരുന്നിട്ട് നമുക്കാരും കൊണ്ട് തരൂല. നമ്മളെ പ്രായം ഇങ്ങനെ മുമ്പോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. നമുക്ക് വലിയ ജോലിയൊന്നും കിട്ടൂല എന്ന് വിചാരിച്ചു. വിദ്യാഭ്യാസമുണ്ട്, വലിയ ജോലിയൊന്നും കിട്ടുന്നില്ല. പക്ഷെ സംസാരിക്കാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. ഈ നാണം എടുത്ത് മാറ്റി വെക്കുക. നമുക്കൊരു നാണം ഉണ്ടാവുമല്ലോ, നമ്മളിത് ചെയ്യുമ്പോൾ ആരെങ്കിലും കളിയാക്കുമോ, ഇല്ല നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, അതൊന്നും ചിന്തിക്കരുത്. കാരണം അവരല്ല നമുക്ക് ഭക്ഷണം തരുന്നത്, അവരല്ല നമുക്ക് ഷർട്ട് വാങ്ങി തരുന്നത്, നമ്മുടെ കുടുംബത്തെ അവരല്ല നോക്കുന്നത്. മനുഷ്യനാണ്, അവരെന്തും പറയും. അത് നിങ്ങൾ ഈ കാതിൽ കേൾക്കുക, ഈ കാതിലേക്ക് നിങ്ങളങ്ങ് വിടുക. നമ്മൾ സ്വയം എന്തെങ്കിലും കണ്ടെത്തണം. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ പഠിച്ചിട്ടില്ല. കാരണം പഠിക്കാത്ത കാരണം എന്ന് വെച്ചാൽ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടൊന്നല്ല, സാഹചര്യമാണ്, ഒരു മനുഷ്യൻ്റെ സാഹചര്യമാണ്. ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു കച്ചവടം, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളൊരു ടൗണിലാണെങ്കിൽ വലിയ വലിയ ടൗണിൽ ഹോൾസെയിൽ കടകൾ കുറേ ഉണ്ടാവും. അപ്പോൾ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ നിങ്ങൾ കണ്ടെത്തണം. ജനങ്ങൾ ഇത് ഇഷ്ടപ്പെടുമോ, ഇത് നമ്മൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ അവർ വാങ്ങുമോ? അതൊക്കെ സിമ്പിളാണ്. നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരു ആനേൻ്റെ ഒരു വലുപ്പം പോലെയുള്ള സംഭവങ്ങളാണ്, ഇതൊക്കെ നടക്കൂല എന്നുള്ളത് ഒരിക്കലുമല്ല. നിങ്ങൾ കാൽക്കുലേറ്റർ, ഇല്ലെങ്കിൽ ഒരു സിഗരറ്റ് ലൈറ്റ്, പെന്ന്, എന്തെങ്കിലും ടോയ്സ് ഐറ്റംസ്, എന്തും ആയിക്കോട്ടെ, കുറച്ചൊരു 2000-3000 മുടക്കിയിട്ട് നിങ്ങൾ ആ സാധനം വാങ്ങുക. നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഞാനാ പറയുന്നത്. മനസ്സ് വേണം, നയിക്കാനുള്ള ശക്തി വേണം, നാണം മാറ്റി വെക്കുക, ഉള്ളത് കൊണ്ട് ഇടുക. ഡ്രസ്സ് പലതും ആയിക്കോട്ടെ, ചിലപ്പോൾ പുതിയതായിരിക്കും, ചിലപ്പോൾ പഴയതായിരിക്കും, എന്തും ആയിക്കോട്ടെ. നിങ്ങളൊന്നും ഇതിൽ ചിന്തിക്കരുത്. കാരണം ഇത് ഞാൻ പറയാൻ കാരണം, ജോലി ഉള്ളവനെ കൊണ്ടല്ല ഞാൻ പറയുന്നത്. ജോലിയൊക്കെ ഇല്ല, കുറേ കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങളൊരു വലിയ സ്റ്റാൻഡിൽ പോവാം, കുറേ ബസ്സുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വരുമല്ലോ. ബസ് കയറുക, എന്നിട്ട് അവരോട് പറയാം, സാറേ ഇന്ന സാധനമാണ്, കുറച്ചൊരു നാവ് വേണം, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നമ്മളൊരു ടോയ്സ് എന്തും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല നേരത്തെ, പെന്നായിക്കോട്ടെ, കാൽക്കുലേറ്റർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിഗരറ്റ് ലൈറ്റ് ആയിക്കോട്ടെ, എന്തെങ്കിലും വേറെന്തെങ്കിലും ഒരു ഐറ്റംസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 20 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ നിങ്ങളൊരു 9 മണിക്ക് സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ചു പോകുന്നൊരു 4 മണിക്കോ ഒരു 5 മണിക്കോ എത്ര പീസ് നിങ്ങൾ വിൽക്കും? അതായത് ഒരു സാധനം വിറ്റാൽ നിങ്ങൾക്ക് 20 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കൂടുതൽ വേണ്ട, ഒരു 20 എണ്ണം വിൽക്കുന്നു വിചാരിച്ചു, 400 രൂപയില്ലേ. 20 എണ്ണമാണ് ഒരു ദിവസം വിൽക്കുക, വൈകുന്നേരം വരെ. എങ്ങനെ പോലെ ഒരു 10-50 പീസ് നിങ്ങൾ വിൽക്കും. 10-50 പീസ് വിറ്റ് 1000 രൂപ കിട്ടും. അപ്പോൾ 1000 രൂപ കിട്ടുമ്പോൾ നിങ്ങൾ സത്യമായിട്ട് നിങ്ങൾക്ക് കച്ചവടമാവും, നിങ്ങൾ കച്ചവടം ചെയ്യും. കാരണം ദൈവം തരുന്ന ഒരു അറിവാണിത്. ശ്രമമാണ് ഏറ്റവും വലുത്. ശ്രമിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഫോണിൽ കമൻറ്റ് ചെയ്യാം, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക, ഉറപ്പായിട്ട് ചെയ്യുക. ഞാനിത് ചെയ്യുന്നത് എനിക്കൊരു ലാഭം ഉണ്ടായിട്ടോ അല്ല എനിക്കെന്തെങ്കിലും, കാരണം കുറേ വിഷമങ്ങൾ ഞാൻ കാണുന്നു. കുറേ വിഷമം കൊണ്ടാണ് ഞാനും ജീവിക്കുന്നത്. പക്ഷെ ദൈവസഹായം കൊണ്ട് ഇന്നതില്ല, പ്രാരാബ്ദങ്ങളില്ല. ഒന്നാമത്തെ അതാണ്. കാരണം വെച്ചാൽ പട്ടിണിയാണ് ഏറ്റവും വലിയ പ്രാരാബ്ദം. പട്ടിണിയാണ്. നമ്മൾ കീശയിൽ 10 രൂപ ഇല്ലെങ്കിൽ അതിൻ്റെ വിഷമം നമുക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ജോലിയാണ്, നമ്മളൊരു ജോലിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നിട്ട് നിങ്ങളത് ചെയ്യും, എന്തും ആയിക്കോട്ടെ ചെയ്തു. നിങ്ങൾ കച്ചവടം ചെയ്തോളൂ. നമുക്കൊരു ദിവസം 700, 800, 1000. നിങ്ങൾ ഓരോ ദിവസം ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാറ്റം വരും, ഉറപ്പായിട്ട് മാറ്റം വരും. ആ ദിവസം വരും നിങ്ങൾക്ക് ദിവസം 2000 രൂപയെങ്കിലും നിങ്ങൾക്ക് കിട്ടാണ്ടിരിക്കില്ല. അതും ചുരുങ്ങിയ സമയം കൊണ്ട്. നിങ്ങളൊരു 9 മണിക്ക് കയറിയാൽ നിങ്ങൾക്ക് 2 മണിക്ക് തിരിച്ച് കിട്ടിക്കുക. ഇതിൽ നാണിക്കാനൊന്നുമില്ല. കാരണം ജീവിക്കാനാണ്, നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. നിങ്ങൾക്കൊരു ജീവിതത്തിലൊരു എന്താ പറയുക, ഒരു വലിയ സന്തോഷവും നിങ്ങൾക്ക് തോന്നും.
ചെയ്യണം, ശ്രമിക്കണം. ശ്രമിക്കാണ്ട് ഒന്നും കിട്ടൂല. എത്ര ഓഫീസുകളുണ്ട് നമ്മുടെ നാട്ടിൽ? നിങ്ങൾ തന്നെ പറയും, എത്ര ഓഫീസുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്? എത്ര സാറന്മാരുണ്ട് അതിൽ? നിങ്ങളൊന്ന് പുറത്ത് നിന്നാൽ മതി. അവർ ഭക്ഷണത്തിൻ്റെ ടൈം പുറത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് അവർ വാങ്ങും. അവർക്ക് ആവശ്യമുള്ളത് അവർ വാങ്ങും. അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ വാങ്ങും. എന്നിട്ട് നമ്മൾ ഒരു ഓഫീസാണോ ഉള്ളത് നമ്മുടെ നാട്ടിൽ? കുറേ ഓഫീസുകളില്ല. ഉച്ച സമയത്ത് അവിടെയും വേണം നിങ്ങൾക്ക് പോവാം. കാരണം ജീവിക്കാനാണ്, വേറൊന്നിനുമല്ല. ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. കാരണം വെച്ചാൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. ആരായിക്കോട്ടെ, അതാരും ആയിക്കോട്ടെ, നമ്മളെ സഹോദരന്മാർക്കെല്ലാം ഇതൊരു മെസ്സേജാണ്. ഇതിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തന്നത്. നാണിക്കരുത്. നാണമാണ് ഏറ്റവും വലിയ ശത്രു. നമ്മൾ വേറൊന്നും ചെയ്യാൻ പോകുന്നില്ലല്ലോ നാണിക്കാൻ, ജീവിക്കാനല്ല. നമ്മുടെ സ്വയം അധ്വാനമല്ല. നമ്മൾ സ്വയം അധ്വാനിക്കുമ്പോൾ അതിനൊരു ശക്തിയാണ്. നമ്മൾ ആരെ മുമ്പിലും കൈ നീട്ടുന്നില്ല. നമ്മൾ ആരെ അടിമത്വവും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ സ്വയമായിട്ട് കണ്ടെത്തുന്ന ഒരു ബിസിനസ്സാണ്, ഒരു കച്ചവടമാണ്. ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കും.